അകത്തേക്ക് വാ സന്ധ്യ. ശരി, എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായി ചെയ്തിരിക്കുന്നു സർ. ഞാൻ മാർക്ക് ചെയ്ത് തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നായിരുന്നു. 80% സാർ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസാ വന്നത്. ശരി, നാളെ മറ്റൊരു എക്സാം ഉണ്ടല്ലേ? അതെ സർ. ശരി, വാ. നാളത്തെ എക്സാമിൽ ഷുവറായിട്ട് ഇത് വരും. ഓക്കെ സർ. പിന്നെ ഇത് രണ്ടും വരും. ഓക്കെ? എന്നാ ഞാൻ പോട്ടെ സർ. സർ, ഞാൻ ട്യൂഷന് വരികയാണെന്നാ എല്ലാരും വിചാരിച്ചിരിക്കുന്നത്. ഹലോ, ഞാൻ മഞ്ജുവിന്റെ ബ്രദറാ സംസാരിക്കുന്നേ. ആ പറയൂ. മഞ്ജു കോർട്ടിൽ ഡൈവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സാക്ഷി പറയാൻ വരണം. എന്ത്? ഡൈവേഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നു? സോറി സർ, ഇത്ര ദൂരത്തിലേക്ക് പോകും ഞാൻ വിചാരിച്ചില്ല. ധൃതി വെക്കണ്ട, ഞാൻ വന്ന് അവളോട് സംസാരിക്കാം പ്ലീസ്. ഓക്കെ. അയ്യോ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ദയവേത് ഡൈവേഴ്സ് ഒന്നും ചെയ്യണ്ട. ഡൈവോഴ്സ് ചെയ്യാതെ എന്താ നീ പറയുന്നത്? ആ വൃത്തികെട്ടവന്റെ കൂടെ ജീവിക്കണമെന്നാണോ? നീ വിചാരിക്കുന്നത് പോലെ അദ്ദേഹം തെറ്റായ ആളല്ല. തെറ്റ് ചെയ്തത് ഞാനാണ്. എന്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. എന്താണ് നീ പറയുന്നേ? സത്യമായിട്ട് എന്താ അവിടെ നടന്നേന്ന് പറ. നടന്നതെല്ലാം നീ മറന്ന് അദ്ദേഹത്തിന്റെ കൂടെ സന്തോഷമായി ജീവിക്കുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ ഡൈവേഴ്സ് വരെ പോയത് കേട്ടറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പ്ലീസ്, ദയവായി എന്നോട് ക്ഷമിക്കണം. അദ്ദേഹത്തിന്റെ കൂടെ നീ സന്തോഷമായി ജീവിച്ചിരിക്കണം. ഹലോ, ഞാനാ സംസാരിക്കുന്നേ. ഞാനെന്ന് വെച്ചാ? മഞ്ജു. മഞ്ജുവോ? മനസ്സിലായില്ല. നിങ്ങളുടെ ഭാര്യ മഞ്ജുവാ സംസാരിക്കുന്നേ. എന്റെ ഭാര്യയോ? സോറി കേട്ടോ, ആവശ്യമില്ലാതെ നിങ്ങളെ ഞാൻ വെറുതെ സംശയിച്ചു. ഇപ്പോഴാ എന്റെ ഫ്രണ്ട് രാജേശ്വരി വന്ന സത്യങ്ങളെല്ലാം പറഞ്ഞത്. ഓ, രാജേശ്വരി തന്നെ പറഞ്ഞോ? അവള് പറഞ്ഞപ്പോഴാണ് നിനക്കെല്ലാം മനസ്സിലായതല്ലേ? അതെ. നോ, നിന്നോട് ഞാൻ ക്ഷമിക്കില്ല. അന്നും നിന്റെ ഫ്രണ്ട് പറഞ്ഞതാണ് നീ കേട്ടത്, ഇന്നും നിന്റെ ഫ്രണ്ട് പറയുന്നതാണ് നീ കേൾക്കുന്നത്. നീ ഒരിക്കലും നിന്റെ ഭർത്താവിനെ വിശ്വസിച്ചില്ല. സോറി, ബൈ. ഹലോ,
നിന്നെ മോഡേൺ ഡ്രസ്സിൽ കാണണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിയത്. ഒന്ന് ഇട്ടിട്ട് വാ. ജസ്റ്റ് മിനിറ്റ് സർ. സർ, നീ എന്താ നേരത്തെ എന്റെ ജീവിതത്തിൽ വരാതിരുന്നത്? ഞാൻ വിവാഹം കഴിക്കേണ്ടത് തന്നെയായിരുന്നു. ഇപ്പോഴും താമസിച്ചിട്ടൊന്നുമില്ല. അതെല്ലാം സംഭവിക്കാൻ പോവല്ലേ. എന്തിനാടി എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിച്ച് ശല്യപ്പെടുത്തുന്നേ? എന്താ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നേ? ഒരുത്തി നുണകളൊക്കെ പറഞ്ഞ ആരായാലും ഒന്ന് സംശയിച്ചു പോയില്ലേ? ആ ഇമോഷനില് നിങ്ങളോടുള്ള സ്നേഹം കൂടുതലുണ്ട്. ഞാൻ ദേഷ്യപ്പെട്ടു, വഴക്കുണ്ടാക്കി, അറിയാതെ സംഭവിച്ചു പോയി. ഞാൻ വീട്ടിലോട്ട് വരാൻ ചേട്ടാ. നോ, നീ വീട്ടിലേക്ക് വന്നാ ഞാൻ അവിടെ ഉണ്ടാവില്ല. ഞാൻ ഡൈവേഴ്സിന് അപ്ലൈ ചെയ്യാൻ പോവാണ്. എന്നെ കൊണ്ട് കഴിയുന്ന ചെയ്യ. നീ ചെയ്തതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. നിന്നെ എനിക്ക് കാണണ്ട. ഞാൻ ചെയ്തത് തെറ്റാ, സമ്മതിക്കുന്നു. അതിന് ഇത്രയും ദേഷ്യപ്പെടണോ? ഇത്രയും വെറുക്കണോ? നീ സാധാരണമായിട്ടാണോ പറഞ്ഞത്? എന്നെ എന്തുമാത്രം വേദനിപ്പിച്ചു. വീണ്ടും വേറെ ആരെങ്കിലും വരും, അവരെന്തെങ്കിലും പറയും, അതും നീ കേട്ട് വിശ്വസിക്കും. വീണ്ടും എന്നെ നാണം കെടുത്തും. ഇതൊക്കെ ആവശ്യമാണോ? ഇനി ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. സംശയിക്കുന്ന ഒരു സ്ത്രീ മുത്ത് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ഫോൺ വയ്ക്ക. ഇനി ഒരിക്കലും നീ എനിക്ക് ഫോൺ ചെയ്യരുത്. നീ എന്താ ഈ പറയുന്നേ? വീണ്ടും പ്രശ്നം രൂക്ഷമാവുന്നു. അതെ. എന്താ രാജേശ്വരി വീണ്ടും വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? അല്ലടാ. പിന്നെ നിന്റെ പ്രശ്നം എന്താ? സന്ധ്യ. അപ്പൊ ഇത്രയും സംഭവിച്ചിരിക്കുന്നു. ഐ ലവ് സന്ധ്യ. ഐ റിയലി ലവ് സന്ധ്യ. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ സന്ധ്യ കല്യാണം കഴിക്കൂ. പക്ഷേ ഈ സമയത്ത് മഞ്ജു എന്നോടൊപ്പം ജീവിക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാന്ന് പറയുവാ. ഞാൻ ഡൈവേഴ്സ് വാങ്ങാൻ പോവാ. അതിന് നീ വേണം ഹെൽപ്പ് ചെയ്യാൻ. ഇതിൽ എന്റെ ഹെൽപ്പ് എന്താണ് നിനക്ക് വേണ്ടത്? എടാ, നീയാണ് എനിക്ക് മഞ്ജുവിന് ഫാമിലി ഫ്രണ്ട്. ദയവ് ചെയ്ത് അവളുടെ അടുത്ത് പോയി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് എന്നെപ്പറ്റി നീ എന്ത് അനാവശ്യം പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അവള് തന്നെ എന്നെ ഡിവോഴ്സ് ചെയ്യണം. അതിനുവേണ്ടി നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ. എനിക്കതിൽ ഒരു പ്രശ്നമില്ലടാ. ഇങ്ങനെ നോക്ക്, മഞ്ജു ചെയ്തത് തെറ്റ്, പക്ഷെ നീ ചെയ്യുന്നത് ക്രൈം. നീ കാരണം പഠിക്കുന്ന ഒരു പെണ്ണിന്റെ ജീവിതവും നിന്റെ ഭാര്യയുടെ ജീവിതവും പോകുന്നത്. അതിന് ഞാൻ കൂട്ടി നിൽക്കില്ല. അയ്യോ ശേ, നിനക്ക് നല്ലൊരു ഭാര്യ കിട്ടിയില്ലേ? നീ അതുകൊണ്ട് അങ്ങനെ പറയൂ. എന്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഫ്രണ്ടാന്ന് വിചാരിച്ച നേരത്തെ ഹെൽപ്പ് ചോദിച്ചത്. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വെക്കോ, ഞാൻ നോക്കിക്കോളാടാ. രഘു, പാഠം പഠിപ്പിച്ചു തരുന്നവനാണ് അധ്യാപകൻ, പക്ഷെ നീ തെറ്റ് ചെയ്ത് പാഠം പഠിക്കാൻ പോവാ.